എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? അടുത്ത വീക്ക് തുടങ്ങി അല്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി നിങ്ങൾക്കായിട്ട്, നിങ്ങളുടെ കറണ്ട് എനർജി നിങ്ങളുടെ പേഴ്സണായിട്ട് കേട്ടോ. ഇത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി, ഇത് നിങ്ങളുടെ കറണ്ട് എനർജി. ഓക്കെ, നോക്കാം. കുറച്ച് ദിവസമായല്ലേ കറണ്ട് എനർജീസ് രണ്ടുപേരുടെയും നോക്കിയിട്ട്. അപ്പോൾ എന്താണ് സിറ്റുവേഷൻ എന്നുള്ളത് നമുക്കൊന്ന് നോക്കി പറയാം. ഓർക്കുക, ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങളുമായിട്ട് റെസനേറ്റ് ആകുന്നു അത്രത്തോളം മാത്രം എടുക്കുക. ഫോഴ്സ്ഫുള്ളി റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. ഒരു പേഴ്സണൽ റീഡിങ്ങിൽ കൂടി മാത്രമേ നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സൻ്റെയും കറണ്ട് എനർജീസ് എന്താണ്, അല്ലെങ്കിൽ സിറ്റുവേഷൻ എന്താണെന്നൊക്കെ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ കേട്ടോ. ജനറൽ റീഡിങ് ഒരു ഗൈഡൻസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, ഏകദേശം കാര്യങ്ങൾ അറിയാൻ സാധിക്കും എന്ന് മാത്രം. ഓക്കെ, എത്ര പേരുടെ എനർജി കണക്റ്റ് ആവുന്നു എന്നൊന്നും നമുക്ക് പ്രീ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് വേണ്ടവർക്ക് നമ്പർ സ്ക്രീനിൽ കൊടുത്തേക്കാം, ദയവായിട്ട് കോണ്ടാക്റ്റ് ചെയ്തോളുക. ഓക്കെ, റീഡിങ്ങിലേക്ക് പോകാമോ? ആദ്യം നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി എടുക്കും, സൈഡിൽ തന്നെ നിങ്ങളുടെ കറണ്ട് എനർജിയും എടുക്കും. എന്നിട്ട് രണ്ട് കമ്പയർ ചെയ്ത് നോക്കാം നമുക്ക് കേട്ടോ. ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താണ്, അവർക്കായിട്ട് ഇന്നത്തെ കറണ്ട് എനർജി എന്താണ്, ഈ സമയത്തെ എനർജി എന്താണ് എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താണ് എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താണ് വ്യൂവേഴ്സിന് വേണ്ടിയിട്ട്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താണ് എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താണ് എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട്. Knight of Cups, okay. Ace of Swords, Hierophant, Nine of Cups, Ace of Wands, Tower, on duty, Two of Wands, Temperance, Strength, King of Swords. Clarify the Tower, clarify the Tower, clarify the Tower, clarify the Tower. Two of Pentacles. Clarify Hierophant, clarify Hierophant, clarify Hierophant. എംപറർ, ഞാൻ വിചാരിച്ചു ഈ കാർഡ് തന്നെ വരും, എംപറർ തന്നെ വരുമെന്ന് എനിക്ക് വളരെ തീവ്രമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം ഏർലി മോർണിംഗ് തോട്ട്സ് എന്ന് നോക്കിയതിൽ അങ്ങനെ ഒരു എനർജിയാണ് കണക്റ്റ് ആയിരുന്നത്. അതിപ്പോൾ കറക്റ്റായിട്ട് കിട്ടി. ശബ്ദങ്ങൾ ഉണ്ടായിരിക്കും, ദയവായിട്ട് ക്ഷമിക്കുക. വീട്ടിൽ റെനോവേഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ ശബ്ദം മാറാൻ വെയിറ്റ് ചെയ്തിരുന്ന റെക്കോർഡിംഗ് നടക്കില്ല, അതുകൊണ്ടാണ് ശബ്ദം വകവയ്ക്കാതെ കണ്ടിന്യൂ ചെയ്യുന്നത് കേട്ടോ, ക്ഷമിക്കുക. ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ കറണ്ട് എനർജി അവരുടെ പേഴ്സണിന് വേണ്ടിയിട്ട് എന്താണ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ കറണ്ട് എനർജി അവരുടെ പേഴ്സണിന് വേണ്ടിയിട്ട്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ കറണ്ട് എനർജി അവരുടെ പേഴ്സണിന് വേണ്ടിയിട്ട് എന്താണ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ കറണ്ട് എനർജി അവരുടെ പേഴ്സണിന് വേണ്ടിയിട്ട് എന്താണ്. വ്യൂവേഴ്സിൻ്റെ കറണ്ട് എനർജി എന്താണ് അവരുടെ പേഴ്സണിന് വേണ്ടിയിട്ട്. ടെമ്പറൻസ്, Two of Cups, അത് നമുക്കറിയാം. Six of Wands, The Fool, Four of Cups, oh. Three of Swords, oh. Eight of Wands, Strength, Lovers, obviously, The Moon. നിങ്ങളുടെ എനർജി നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയേക്കാൾ ഒരുപടി കൂടുതലായിട്ട് അവരുടെ അടുത്ത് ഇൻക്ലൈൻഡ് ആയിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അതായത് റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ഇൻവോൾവ്മെൻ്റ് ആണ് കൂടുതലായിട്ടും കാണുന്നത്.
നിങ്ങളെ വിഷമിപ്പിക്കുന്ന എന്തോ രീതിയിലുള്ളൊരു പെരുമാറ്റം നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്ന് കാണുന്നു. അവർ 2-3 കാര്യങ്ങൾ ഉണ്ട് അതിൽ. ഒന്നുകിൽ നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിൽ ഒരു ഏജ് ഗ്യാപ്പ് ഉണ്ട്, ഏജ് ഒരു ഫാക്ടറായിട്ട് വരുന്നു. അതേപോലെ അവരൊരു കൺഫ്യൂഷനിൽ പെട്ടൊരു തീരുമാനമെടുക്കാതെ ജഗിൾ ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ. അതും അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ മേജർ കാസ്റ്റ്, കൾച്ചർ, റിലിജൻ, സോഷ്യൽ സ്റ്റാറ്റസ്, സോഷ്യൽ ഇമേജ് ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളുണ്ട് വളരെ പ്രബലമായിട്ട്. നിങ്ങളുടെ പേഴ്സൺ വളരെ എന്താ പറയുക, കുറച്ച് ഹൈ ലെവലിൽ ഇരിക്കുന്ന ഒരാളാണ്. ഇവരെ 4 പേർക്ക് അറിയാം എന്ന് തന്നെയാണ് അവിടെ കാണുന്നത് കേട്ടോ. അതുമാത്രമല്ല കുറച്ച് ഈഗോ കുറച്ച് കൂടുതലായിട്ട് ബലമായി പിടിക്കുന്ന ഒരാളാണ്. അതേപോലെ അതുമാത്രമല്ല അന്യായമായിട്ടുള്ള ഡിസിപ്ലിൻ കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ എന്നും കാണുന്നുണ്ട് കേട്ടോ. ചിലരുടെ പേഴ്സൺ മാരീഡ് ആയിരിക്കാനും സാധ്യതയുണ്ട്, ഒരു മാരീഡ് പേഴ്സൺ ആയിരിക്കാനും സാധ്യതയുണ്ട്. ഇവർ ഒരു പക്ഷേ കുറച്ച് റിലീജിയസ് ഫാക്ടേഴ്സൊക്കെ കുറച്ച് കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്ന ഒരാളായിരിക്കണം. സ്പിരിച്വാലിറ്റി കൂടുതലായിട്ട് കയ്യിൽ ഉള്ള ഒരാളായിരിക്കണം, അങ്ങനെയൊക്കെ. ഓക്കെ. ഈഗോ ഇഷ്യൂസ് ഉള്ളതായിട്ടും കാണുന്നു. ഈഗോ തടസ്സങ്ങൾ ഒരു പ്രശ്നമായിട്ട് വരുന്നതായിട്ടും അവിടെ കാണുന്നുണ്ട് കേട്ടോ. എന്ത് തന്നെ ആയാലും നിങ്ങളുടെ പേഴ്സൻ്റെ മുന്നിലുള്ള ഈ തടസ്സങ്ങൾ കാരണം നിങ്ങൾ വിഷമിക്കുന്നുണ്ട് എന്നുള്ളത് അവർക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കിയിട്ടുണ്ട്. അവരുടെ ഭാഗത്തു നിന്ന് എന്തോ പെരുമാറ്റം ഉണ്ടായിട്ടുണ്ട്, നിങ്ങളുടെ ഇടയിൽ ഒരു ടവോ മൂമെൻ്റ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഇവരുടെ ജഗ്ലിംഗ് മൂലം ഉണ്ടായതാണ് ആ ടവോ മൂമെൻറ്റ്. അതിന് മനസ്സുകൊണ്ടൊരു 100 വട്ടം ഇവർ നിങ്ങളുടെ അടുത്ത് മാപ്പ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങളെ വിഷമിപ്പിച്ചു എന്നുള്ള റിയലൈസേഷനൊക്കെ ഇവർക്ക് നല്ലപോലെ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇവർക്ക് വ്യക്തമായിട്ടറിയാം ഇവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്, നിങ്ങൾ അവരുടെ ലൈഫിൽ എത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തിയാണെന്ന് എല്ലാം ഇവർക്ക് വളരെയധികം വ്യക്തമായിട്ട് തന്നെ മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾ അവരുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ ചിന്തിക്കുന്നതും. നിങ്ങളുമായിട്ടൊരു ന്യൂ റൊമാൻറ്റിക് ബിഗിനിങ് എല്ലാം വേണമെന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഈ ജഗ്ലിങ് കാരണം ഒരു വെയിറ്റിംഗ് പീരീഡിൽ നിങ്ങളെ ഇരുത്തുന്നതായിട്ടാണ് കാണുന്നത്. അതായത് നിങ്ങളുടെ ക്ഷമ കെടും എന്ന രീതിയിലുള്ള പെരുമാറ്റം ഇവരുടെ സൈഡിൽ നിന്നും ഉണ്ടാവുന്നുണ്ട്. ഇവർ പ്രാർത്ഥിക്കുന്നുണ്ട്, ഹീലിങ്ങിൽ കൂടി കടന്നു പോകുന്നുണ്ട്. ഇവർക്ക് ആ സ്ട്രെസ്സിൽ നിന്നും അല്ലെങ്കിൽ ആ ജഗ്ലിങ്ങിൽ നിന്നും പുറത്തേക്ക് വരാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷനിൽ അവിടെ ജഗ്ലിങ്ങിൽ നിൽക്കുന്നതായിട്ടും നിങ്ങളെ ജഗ്ൽ ചെയ്യിക്കുന്നതായിട്ടും കാണുന്നു. നിങ്ങൾക്ക് കൺഫ്യൂഷനാണ്, ഇവരെന്താ ഇങ്ങനെ. ചില സമയം സ്നേഹത്തിൽ പെരുമാറും, ചില സമയം നിങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കും. സത്യത്തിൽ സ്നേഹമുണ്ടോ എന്നൊക്കെ നിങ്ങൾ സംശയിക്കുന്ന രീതിയിൽ ഇവർ പെരുമാറുന്നതായിട്ട് കാണുന്നു. Give me some more cards, divine. Please give me some more cards. Please give me some more cards. Please give me some more cards. Please give me some more cards for my person's current energy. ലവേഴ്സ്, ഇതിനൊന്നും ഒരു കുറവുമില്ല. സ്നേഹത്തിനും പാസ്റ്റ് ലൈഫ് കണക്ഷനൊന്നും ഒരു കുറവും അവർക്ക് ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ ചില ഫാക്ടേഴ്സ് ആ ഒരു തടസ്സം സ്വയം സൃഷ്ടിച്ചിട്ട് അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ കഴിയാതെ ഈ സ്നേഹം തുറന്ന് പറയാതെ അവിടെ ഇരുന്നിട്ട് എന്താ കാര്യം അല്ലേ? തുറന്ന് പറഞ്ഞാലല്ലേ എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് എടുക്കാനോ മുന്നോട്ട് പോകാനോ ഒക്കെ നമുക്ക് സാധിക്കുകയുള്ളൂ. നിങ്ങൾ അവരുടെ ലൈഫിൽ ഒരു വളരെ മുഖ്യമായ വ്യക്തിയാണെന്ന് തന്നെ ഇവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ആ ഫീലിങ്ങിനും യാതൊരു കുറവുമില്ല. നിങ്ങളെന്നും അവരുടെ കൂടെ വേണം. നിങ്ങൾ വന്നതിന് ശേഷം അവർക്ക് ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നെല്ലാം തന്നെ അവർ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ എന്തോ ഒരു സിറ്റുവേഷനിൽ സ്റ്റക്കായിട്ട് ഫീൽ ചെയ്യുന്നു, സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ടും ആ ജഗ്ലിങ്ങിൽ നിന്നും പുറത്തേക്ക് വരാൻ ഇവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളൊരു രീതിയിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നു. വീൽ ഓഫ് ഫോർച്യൂൺ, എല്ലാം ശരിയായി വരട്ടെ, ശരിയായ സമയം വരട്ടെ, അപ്പോൾ ആക്ഷൻ എടുക്കാം എന്നുള്ള രീതിയിൽ അത് നിങ്ങൾക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ആ ഒരു ചിന്ത, സ്നേഹമുണ്ട്, ആരാധനയുണ്ട്, നിങ്ങൾ ഭയങ്കര ഹൈ ലെവലിലാണ് അവരുടെ ലൈഫിൽ അവർ വെച്ചിരിക്കുന്നത്, എല്ലാം ഉണ്ട്. പക്ഷേ ഈ ടവോ മൂവ്മെൻറ്റ് ക്ലിയർ ചെയ്യാനുള്ള ഒരു ആക്ഷൻ അവരുടെ ഭാഗത്തു നിന്നും വരുന്നില്ല. ശരിയായ സമയം വരട്ടെ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കുന്നതായിട്ടും കാണുന്നു. ആ ഒരു വെയിറ്റിംഗ് സിറ്റുവേഷൻ നിങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട്. ഓക്കെ. പേജ് ഓഫ് പെൻറ്റക്കിൾസ് എന്നാൽ നിങ്ങളുടെ ഓൺലൈൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ഇവർ വളരെയധികം സ്റ്റോക്ക് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. എല്ലാം നിങ്ങളെപ്പറ്റി അപ് ടു ഡേറ്റ് വിവരങ്ങൾ ഇവർ സൂക്ഷിക്കുന്നുണ്ട്. ഓക്കെ.
പക്ഷേ ചാറ്റൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും, സംസാരിക്കാറുണ്ടായിരിക്കും. പക്ഷേ കാര്യം പറയുക അങ്ങനെ, അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ളൊരു ഒരു സ്നേഹപ്രകടനമോ ഒരു റൊമാൻറ്റിക് ആക്ഷനോ അവരുടെ ഭാഗത്തു നിന്നും വരുന്നുണ്ടാവില്ല. ഓൺ ആൻഡ് ഓഫ് സംസാരിക്കുന്നുണ്ടായിരിക്കും, അങ്ങനെ പോകുന്നതായിട്ട് കാണുന്നു. വെയിറ്റിംഗ് പീരീഡിൽ നിർത്തിയിരിക്കുന്നതായിട്ട് കാണുന്നു. എന്നാൽ സ്നേഹക്കുറവാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല. ഒരുപാട് സ്നേഹം മനസ്സിൽ വെച്ചിട്ട് സ്വയം റെസ്ട്രിക്റ്റ് ചെയ്ത് വേദനിച്ച് ഇരിക്കുന്നതായിട്ട് കാണുന്നു. അതെന്തിനാണെന്ന് ദൈവത്തിന് മാത്രം അറിയാം. 6 ഓഫ് പെൻറ്റക്കിൾസ്, നിങ്ങളുമായൊരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ എത്തണമെന്ന് തന്നെ ഇവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. തീർച്ചയായും നിങ്ങളുമായിട്ടൊരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ എത്തണം, നിങ്ങളുടെ സ്നേഹം കൈപ്പറ്റി നിങ്ങൾക്ക് സ്നേഹം തരണം, നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നൊക്കെ തന്നെ ഇവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ. ക്വീൻ ഓഫ് കപ്സ്, ഒരുപാട് ഇമോഷണലായിട്ടും നിങ്ങളെ പറ്റി ചിന്തിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. അങ്ങനെ ഇമോഷൻസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യാൻ എന്താണ് പ്രശ്നം അല്ലേ? വല്ലാത്ത വിഷമവും സങ്കടവും ഇൻസെക്യൂരിറ്റിയും എല്ലാം തന്നെ ഇവർ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇൻസെക്യൂരിറ്റി എന്താണ്? ഇവർ നിങ്ങളിങ്ങനെ ഹാങ്ങിങ്ങിൽ ഇരുത്തി അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, മുന്നോട്ടും പോകുന്നില്ല പുറകോട്ടും പോകുന്നില്ല, നിങ്ങളെ പോകാനും സമ്മതിക്കുന്നില്ല, അവരിട്ട് മുന്നോട്ടും വരുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷനൊക്കെ ആവുമ്പോൾ എന്താവും? അവസാനം നിങ്ങൾ മതിയാക്കാം എന്നുള്ള രീതിയിൽ പറയുമോ എന്നുള്ള ഭയവും ഉണ്ട്. ഈ ഭയം മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാതെ തുറന്ന് പറയാമല്ലോ കാര്യങ്ങൾ അല്ലേ? ഏസ് ഓഫ് പെൻറ്റക്കിൾസ്, അൾട്ടിമേറ്റ്ലി ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുമായിട്ട് വേണം എന്ന് തന്നെയാണ് ഇവർ ആഗ്രഹിക്കുന്നത് കേട്ടോ. ഇത് ഇന്നത്തെ ഇപ്പോൾ നിങ്ങളിത് കാണുന്ന സമയത്തുള്ള എനർജിയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ. ഓക്കെ. ജഗ്ലിങ് എന്ന് തന്നെയാണ് കാണുന്നത്. ഒരുപാട് സ്നേഹം മനസ്സിൽ വെച്ചിട്ട് അങ്ങനെയാണ് കാണുന്നത്. അതേസമയം നിങ്ങളുടെ എനർജിയിൽ നിങ്ങൾക്ക് ഈ ഞാൻ പറഞ്ഞില്ലേ, ഇവർ വേദനിപ്പിക്കുന്ന രീതിയിൽ എന്തോ പെരുമാറിയിട്ടുണ്ട്. ആ പെരുമാറ്റം കൊണ്ട് നിങ്ങൾക്ക് വല്ലാത്തൊരു ഹാർട്ട് ബ്രേക്ക് ഫീലിംഗ് കിട്ടിയിട്ടുണ്ട്. മനസ്സ് വല്ലാതെ വേദനിച്ചിട്ടുണ്ട് നിങ്ങളുടെ. ഓക്കെ. നിങ്ങൾക്കും ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഇവരുടെ ഈ പെരുമാറ്റം, ജഗ്ലിങ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തൊരു നിപ്പൊക്കെ കാരണം ഇവർ നിങ്ങളെ വിട്ടു പോകുമോ എന്നുള്ള ഭയം നിങ്ങൾക്കും ഉണ്ട്. നിങ്ങൾക്ക് വല്ലാത്ത വിഷമവും തോന്നുന്നുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട്, ഇവരെ വിട്ടു പോകരുത് എന്നുള്ള രീതിയിൽ. ടെമ്പറൻസും 6 ഓഫ് വോൺസും ഒരു സക്സസ് ഈ റിലേഷൻഷിപ്പിൽ തരണേ എന്ന് പറഞ്ഞ് നിങ്ങൾ ഡിവൈൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ബാലൻസിൽ എത്തണേ, നല്ല രീതിയിൽ മുന്നോട്ട് പോകണേ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ തീർച്ചയായും ഒരു റീയൂണിയന് വേണ്ടിയിട്ടും എല്ലാം നിങ്ങൾ ഡിവൈൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുന്നു നിങ്ങളുടെ എനർജിയിൽ. 2 ഓഫ് കപ്സ് വെച്ചിട്ട് നിങ്ങൾ തീവ്രമായിട്ട് നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഒരു റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട്. കഴിഞ്ഞ 2 ദിവസത്തിനകം നിങ്ങളുടെ ഇടയിൽ നിങ്ങൾ തമ്മിൽ കണ്ടിരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ വിചാരിച്ച രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അവരുടെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് കിട്ടിക്കാണില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അവിടെ ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ വന്നിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ വളരെ തീവ്രമായിട്ട് മിസ്സ് ചെയ്യുന്നതായിട്ട് കാണുന്നു കേട്ടോ. വല്ലാതെ മിസ്സ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ആ സംസാരം, ആ ഒരു കെയർ ഫ്രീ ആയിട്ട് നിങ്ങൾ ആരെയും പേടിക്കാതെ ഒന്നിനെയും പേടിക്കാതെ ജീവിച്ച് അല്ലെങ്കിൽ ഒരുമിച്ചിരുന്ന ആ സമയം, അതൊക്കെ നിങ്ങൾ ആ ഒരു നിങ്ങളിൽ 2 പേരിൽ മാത്രം ഒതുങ്ങിയിരുന്ന ആ സമയമുണ്ടല്ലോ, ആ സമയമൊക്കെ നിങ്ങൾ വല്ലാതെ മിസ്സ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെ കാണുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള എല്ലാ റിസ്ക് ഫാക്ടേഴ്സും നിങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു സംശയവുമില്ല, നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതിൽ നിങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. കാരണം നിങ്ങൾക്ക് അവരെ ഒരുപാട് സ്നേഹമാണ്, അവരും നിങ്ങളുമായൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണെന്നൊക്കെ തന്നെ നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. ഇവരെന്തെല്ലാം നിങ്ങളെ വിഷമിപ്പിച്ചാലും ആ ക്ഷമ നിങ്ങൾ കൈവിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. ക്ഷമയോടെ അവരുടെ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുമെന്ന് തന്നെയാണ് കാണുന്നത്. കാരണം നിങ്ങൾക്ക് അവരോട് അഗാധമായ സ്നേഹമാണ്. ഒരു കമ്മ്യൂണിക്കേഷൻ അവരുടെ സൈഡിൽ നിന്നും വരണം എന്ന് അതിതീവ്രമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നതായിട്ടും കാണുന്നു. ഓക്കെ. നിങ്ങൾ മെസ്സേജസൊക്കെ അയക്കുന്നുണ്ടായിരിക്കും, ഓൺ ആൻഡ് ഓഫ് അവർ റിപ്ലൈയും ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾ വിചാരിച്ച തലത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അവരുടെ ഭാഗത്തു നിന്നും കിട്ടുന്നില്ല. അത് കിട്ടുന്ന ഒരു സമയം വരുമെന്ന് വിചാരിച്ച് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ക്ലാരിഫൈ. ഗിവ് മീ സം മോർ കാർഡ്സ് ഡിവൈൻ. ഗിവ് മീ സം മോർ കാർഡ്സ് ഫോർ മൈ വ്യൂവേഴ്സ് കറണ്ട് എനർജി. എൻ്റെ വ്യൂവേഴ്സിൻ്റെ കറണ്ട് എനർജിക്ക് വേണ്ടിയിട്ട് കുറച്ച് കാർഡ്സ് കൂടി തരൂ. ഇത് എത്ര പേർക്ക് റെസനേറ്റ് ആയി എന്ന് പറഞ്ഞു തരൂ കേട്ടോ. സൺ വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സണാണ് നിങ്ങളുടെ ലൈഫിലുള്ള ഏറ്റവും വലിയ സന്തോഷം, ഏറ്റവും വലിയ വെളിച്ചം, ഏറ്റവും വലിയ ഭാഗ്യം എന്നൊക്കെ തന്നെ നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു കേട്ടോ. അതുകൊണ്ട് അവരുടെ പ്രസൻസ്, സൂര്യൻ എന്നും നമ്മളുടെ ലൈഫ് മുന്നോട്ട് പോകണമെങ്കിൽ സൂര്യൻ എന്നും വരണം അല്ലേ.
അതേപോലെ ഇവരുടെ പ്രസൻസ് നിങ്ങളുടെ ലൈഫിൽ എന്നും വേണം. നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കണമെങ്കിൽ എന്ന് നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. 9 ഓഫ് കപ്സ്, അവർ നിങ്ങളുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് എന്ന് തന്നെ നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു കേട്ടോ. നിങ്ങൾക്ക് ലൈഫിൽ വേറെ എന്ത് അച്ചീവ്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടിയാലും അവർ കൂടെ ഇല്ലെങ്കിൽ അതിലൊക്കെ എന്തർത്ഥം എന്ന് ചിന്തിക്കുന്ന പോലെയാണ് അവിടെ കാണുന്നത്. പേജ് ഓഫ് പെൻറ്റക്കിൾസ്, നിങ്ങൾ ഇവരുമായി എന്നും കമ്മ്യൂണിക്കേഷനിലായിരിക്കണം എന്നൊക്കെ നിങ്ങൾ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളും നിങ്ങളുടെ പേഴ്സൻ്റെ എന്താ പറയുക, ഓൺലൈൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് എല്ലാം തന്നെ സ്റ്റോക്ക് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഓൺ ആൻഡ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടായിരിക്കും. മെസ്സേജ് അയച്ചാൽ റിപ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന ലെവലിലുള്ളൊരു ഒരു റൊമാൻറ്റിക് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടാവില്ല ഒരു പക്ഷേ. ഓക്കെ, 4 ഓഫ് സ്വാർഡ്സ് വെച്ച്, അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്ട്രെസ്ഡുമാണ്. ഈ റിലേഷൻഷിപ്പിൻ്റെ ഭാവി എന്താണ് എന്നൊക്കെ ആലോചിച്ച് നിങ്ങൾ സ്ട്രെസ് ആവുന്നതായിട്ട് തീർച്ചയായിട്ടും കാണുന്നു കേട്ടോ. കിങ് ഓഫ് കപ്സ്, നിങ്ങൾ വീണ്ടും ഒരുപാട് സ്നേഹം തന്നെയാണ് നിങ്ങളുടെ എന്ന് തന്നെ കാണുന്നു. അതിനുവേണ്ടി ഒരുപാട് സ്ട്രെസ് എടുക്കുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. കാരണം എന്താണ്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ ജഗ്ലിങ്ങിൽ ഇട്ടിരിക്കുകയാണ് അല്ലേ. ഒരു കൺഫർമേഷൻ നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നില്ല. അതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ വല്ലാതെ സ്ട്രെസ്ഡ് ആവുന്നതായിട്ടും കാണുന്നുണ്ട്. 4 ഓഫ് വാൻസ്, നിങ്ങൾക്ക് അവരുടെ ഒത്തൊരു ജീവിതമൊക്കെ തന്നെയാണ് മനസ്സിൽ. അവർ നിങ്ങളുടെ വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്. നിങ്ങൾക്ക് അവരുടെ ഒപ്പം ഒരു ജീവിതം ഉറപ്പായിട്ടും വേണം എന്നൊക്കെ തന്നെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത്, ഉറപ്പായിട്ടും. ക്വീൻ ഓഫ് കപ്സ്, നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ പ്രതി ഹൈലി ഇമോഷണലാണ് എന്നും കാണുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ പേഴ്സണേക്കാൾ ഒരുപടി കൂടുതൽ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത് ഉണ്ട് എന്നും കാണുന്നു. അവർ വിചാരിക്കും പോലെ തന്നെ ഒരു ശരിയായ സമയം വരും, ഡിവൈൻ ടൈമിങ്ങിൽ എല്ലാം ശരിയാകും എന്ന് തന്നെ നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു എന്നും കാണുന്നുണ്ട്. ഓക്കെ, കിങ് ഓഫ് വാൻസ്, നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത് അതിയായ അട്രാക്ഷനും ബഹുമാനവും സ്നേഹവും എല്ലാം തന്നെ ഫീൽ ചെയ്യാറുണ്ട്. ഈ സമയം ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. 3 കാർഡ് കൂടെ എടുക്കാമേ. ഏസ് ഓഫ് കപ്സ്, ഇതിൽ കൂടുതൽ ഇനി എന്ത് വേണം? നിങ്ങളുടെ സ്നേഹത്തിൻ്റെ അളവ് എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയില്ല എന്നുള്ളൊരു സിറ്റുവേഷനാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത് നിങ്ങൾക്ക് എന്തുമാത്രം സ്നേഹമുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയില്ല എന്നൊരു സിറ്റുവേഷനിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. ഓക്കെ, ഏസ് ഓഫ് പെൻറ്റക്കിൾസ്, അവരുമായിട്ടൊരു ന്യൂ ബിഗിനിങ് വേണം. രണ്ടിൻ്റെയും അവസാനത്തെ കാർഡ് ഏസ് ഓഫ് പെൻറ്റക്കിൾസ് തന്നെയായിരുന്നു. അവരുടെയിലും ഞാൻ ഏറ്റവും ലാസ്റ്റിലെടുത്ത കാർഡ് ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആയിരുന്നു. നിങ്ങളുടെയിലും അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത്. ഒരു ന്യൂ ബിഗിനിങ് വേണം എന്ന് രണ്ടുപേരും തന്നെ വളരെ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പ്രശ്നങ്ങൾ എന്ത് തന്നെ ആയാലും നിങ്ങൾ ഓൾറെഡി ആഗ്രഹിക്കുന്നുണ്ട്. അവർ തടസ്സങ്ങൾ ശരിയായ സമയം വരട്ടെ എന്നുള്ള രീതിയിൽ വെയിറ്റ് ചെയ്യുന്നു. നിങ്ങളും അങ്ങനെ തന്നെയാണ്. സമയം മാറി വരുമ്പോൾ എല്ലാം ശരിയാകും എന്നുള്ള രീതിയിൽ വെയിറ്റ് ചെയ്യുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും കറൻറ്റ് എനർജി പരസ്പരം എങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പും കൂടെ ഒന്ന് ചെയ്തു തരണേ. അതേപോലെ പേഴ്സണൽ റീഡിംഗ് വേണ്ടവർക്ക് നമ്പർ സ്ക്രീനിൽ കൊടുത്തേക്കാം, കോൺടാക്റ്റ് ചെയ്തോളൂ. പുതിയൊരു റീഡിങ്ങുമായിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സേഫ് ആയിരിക്കുക, സമാധാനമായിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ബൈ.